സംസ്ഥാനത്ത് തുടർച്ചയായി സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തുകയാണ്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞതാണ് കേരളത്തിലും വില കുറയാൻ കാരണമായത്. പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളായാൽ വിപണിയിലെ മാറ്റം എങ്ങനെയാകുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. ആഭരണ പ്രേമികളെ വീണ്ടും കൊതിപ്പിക്കുകയാണ് സ്വർണ്ണവിലയിലുണ്ടാകുന്ന ഇടിവ്. ഈ മാസം 1-ാം തീയതി പവന് 1,26,920 രൂപയിലേക്ക് വില എത്തിയിരുന്നു. എന്നാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വില താഴേക്ക് വീഴുന്ന കാഴ്ചയാണ് കാണുന്നത്. നിലവിൽ 1,17,840 രൂപയിലാണ് സ്വർണ്ണ വ്യാപാരം പുരോഗമിക്കുന്നത്. വരും ദിവസങ്ങളിൽ വില താഴേക്ക് പോയാൽ അത് ആഭരണ പ്രേമികളെ സംബന്ധിച്ച് സന്തോഷം നൽകുന്ന കാര്യമായിരിക്കും. പശ്ചിമേഷ്യൻ സംഘർഷവും ഡോളറിലെ വ്യതിയാനവുമാണ് നിലവിൽ സ്വർണ്ണവിലയെ താഴേക്ക് വലിക്കുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ഇടിഞ്ഞതാണ് കേരളത്തിലും പ്രതിഫലിക്കുന്നത്. ഡോളർ സൂചിക മെച്ചപ്പെട്ടതും സ്വർണ്ണവില കുറയാൻ കാരണമായി. ഡോളർ സൂചിക 99 അടുക്കുന്ന വേളയിൽ മറ്റു കറൻസികൾ ഉപയോഗിച്ച് സ്വർണം വാങ്ങുന്നത് ചെലവേറുകയാണ്. ഇതാണ് ആവശ്യക്കാർ കുറയാനൊരു കാരണം. മാത്രമല്ല, ക്രൂഡ് ഓയിൽ വില ഉയരുകയും ചെയ്തു. സാധാരണയായി യുദ്ധസാഹചര്യങ്ങൾ ഉണ്ടാകുമ്പോൾ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ വില കുതിച്ചുയരാറാണ് പതിവ്. ഇറാൻ ഇസ്രയേൽ തർക്കങ്ങളും ലബനൻ അതിർത്തിയിലെ അസ്ഥിരതയും എണ്ണവിലയെ അടക്കം സ്വാധീനിക്കുന്നുണ്ട്. എന്നാൽ അമേരിക്കൻ ഡോളർ കരുത്താർജിച്ചതും ലോകരാഷ്ട്രങ്ങൾ പലിശ നിരക്കിൽ വരുത്തിയ മാറ്റങ്ങളും നിലവിൽ വില കുറയാൻ കാരണമായിട്ടുണ്ട്. എങ്കിലും പശ്ചിമേഷ്യൻ സംഘർഷം കൂടുതൽ വഷളായാൽ വിപണിയിലെ മാറ്റം എങ്ങനെയാകുമെന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം. വില ഇനിയും ഉയരുമോ എന്ന് പേടിയുള്ളവർ അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്നതാണ് നല്ലത്. നിലവിലുള്ള വിലയിൽ സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരമാണ് അഡ്വാൻസ് ബുക്കിംഗിലൂടെ ലഭിക്കുന്നത്. സ്വർണ്ണവിലയുടെ 10% മുതൽ അഡ്വാൻസ് നൽകി സ്വർണം ബുക്ക് ചെയ്യാം. സ്വർണ്ണവില കൂടിയാൽ ബുക്ക് ചെയ്ത വിലയിലും വില കുറഞ്ഞാൽ കുറഞ്ഞ വിലയിലും സ്വർണം ലഭിക്കുമെന്നതാണ് അഡ്വാൻസ് ബുക്കിംഗിന്റെ പ്രത്യേകത. ആഭരണം വാങ്ങുമ്പോൾ സ്വർണ്ണവിലയ്ക്കൊപ്പം പണിക്കൂലി, GST, ഹോൾമാർക്ക് ചാർജ് എന്നീ ഘടകങ്ങളും ചേരുമ്പോഴാണ് ആഭരണത്തിന്റെ വില നിശ്ചയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ പവന്റെ വിലയിൽ അധികം നൽകണം. അതായത് 5% പണിക്കൂലി, 3% GST, ഹോൾമാർക്ക് ചാർജ് എന്നീ ചാർജുകൾ ഈടാക്കിയാൽ 22 കാരറ്റ് ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ ഏകദേശം 1,35,000 രൂപയെങ്കിലും നൽകേണ്ടി വരും. ബിസിനസ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.